ഹായ്. അധികം ഇൻട്രോ പറഞ്ഞൊന്നും വെറുപ്പിക്കുന്നില്ല. ഇപ്പൊ സമയം 3:30. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫണ്ട് റൈസ് കുറുമല വെച്ച് കാണാം. മഴയുണ്ട് കയറിയത് ഗൈസ്. അപ്പം മഴ തീർന്നിട്ടുണ്ട്. ഈ ഒരു റൈഡ് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂട്ടത്തിൽ 3 ഫ്രണ്ട്സ്, 3 സോറി, ഒരു 2-3 ഫ്രണ്ട്സ് കാണും. എക്സാക്ട് കറക്റ്റ് നമ്പർ അറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് 20 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളാണ്ട് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തണ്ണീർമുക്കം ബണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള കവർ റൈഡേഴ്സുമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. സമയം 5:30 ആവാറായി. ഞങ്ങളിവിടെ 4:30 മീറ്റ് ചെയ്യാന്നുള്ള രീതി നിൽക്കുകയായിരുന്നു. പക്ഷെ മഴ അങ്ങനെ കാരണം എനിക്ക് കുറച്ച് ലാഗ് അടിക്കേണ്ടി വന്നു. അവന്മാർക്ക് ഇവിടെ മഴയുടെ പ്രോബ്ലം ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ മഴ കുറഞ്ഞിട്ട് പതിയെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവന്മാർ ലാഗ് അടിച്ച്. അങ്ങനെ 5:30 ആയി. എന്തായാലും അവിടെ സൺറൈസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ എത്തണം. അവന്മാരാണെന്ന് തോന്നുന്നുണ്ട്. മിന്നി വരുന്നുണ്ട്. ഒരു സൈക്കിൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്തിപ്പോയി. ഫസ്റ്റ് വ്ലോഗ്. ഇത് ഷൈൻ, ഇതാരാണ്? അപ്പു. ഇത് ഷൈൻ്റെ ഫ്രണ്ടാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷൈൻ. ഇവൻ എന്നോടൊപ്പം കോളേജ് ഒരുമിച്ച് പഠിച്ചത്. അപ്പൊ നമുക്ക് പോവാം. ഇത് ഏതാടാ? ഹൈബ്രിഡ് ആണോ അതോ റോഡാ? അവന്റെ റോഡാണോ? MTB അല്ലേ? ഇത് ഏത് ഗണത്തിൽപ്പെടുവാടാ ഈ സൈക്കിള്? അർബൻ സൈക്കിൾ. കൊള്ളാം, പൊളി. ഈ സൂര്യനാണ് നമ്മള് കുറുമലയിൽ പോയി കാണുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമ്മൾ കുറുമലയിലോട്ട് എത്തിയിട്ടില്ല. എങ്ങനെ ഇരിക്കണം? ഇനിയിപ്പം നമുക്ക് അവിടെ പോയിട്ട് വെറുതെ കുറുമല കണ്ടിട്ട് വരാം. അതേ ഇനി നടക്കത്തുള്ളൂ. ഒരുവിധം നമ്മളിവിടെ എത്തി ഗായ്സ്. 9:00 എത്തിയപ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 3:30. അതിൻ്റെ ഇടയ്ക്ക് മഴ കാരണം ഒരു അരമണിക്കൂർ പോയി. പിന്നെ എന്താ പറയാ, നമ്മൾ വിചാരിച്ച അത്ര പെട്ടെന്നൊന്നും എത്തിയില്ല. ഫസ്റ്റ് റൈഡല്ലേ. അപ്പൊ അങ്ങനെ എന്തായാലും സൂര്യോദയം ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ സൂര്യൻ വരുന്നവർക്ക് ഉദിക്കുന്ന കാണാൻ പറ്റി. അപ്പം ഇവിടെ കയറുന്നതിന് പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 രൂപ വെച്ച് പാസ്സുണ്ട്. പിന്നെ ഗൂഗിൾ പേ ഇല്ല, അത് ശ്രദ്ധിക്കണം. ഗൂഗിൾ പേ ഇല്ല, കാശ് തന്നെ എടുത്തിട്ട് വേണം. അപ്പം ഇനി നമുക്ക് മേളിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എറണാകുളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാം. നാളെ എനിക്കൊരു മാത്സിൻ്റെ എക്സാം ഉണ്ട്. അതുകൊണ്ട് നിരങ്ങ് വിട്ടേക്കുക. അങ്ങനെ നമ്മൾ ഒരുവിധം വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഒരു 5 മണി 5:30 ആയി നമ്മൾ വീട്ടിലെത്തിയത്. പിന്നെ ഇന്ന് നമ്മളൊരു 128 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. ഒരു 4737 കലോറീസോളം ബേൺ ചെയ്തിട്ടുണ്ട്. മീൻസ് സൈക്ലിംഗ് മാത്രമായിട്ട് ഒരു 8 മണിക്കൂർ 41 മിനിറ്റോളം സൈക്ലിംഗ് ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്റെ ഫസ്റ്റ് സൈക്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. 100 കിലോമീറ്റേഴ്സ്.
അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഞാൻ പോയത് ഈ ഒരു സൈക്കിളാണ്. ഈ സൈക്കിൾ ഏത് കാറ്റഗറി പെടുന്ന സൈക്കിളാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അമ്മമാരോട് ചോദിച്ചപ്പോൾ അമ്മമാർ അർബൻ എന്നാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുന്ന സൈക്കിൾ പറഞ്ഞാൽ ഒറ്റ സൈക്കിളല്ലേ കാണത്തുള്ളൂ. ഗിയർ സൈക്കിളുണ്ട്, ഗിയർ ഇല്ലാത്ത സൈക്കിളുണ്ട്, ചില സൈക്കിളിന് ഡിസ്ക് ഉണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, വേറെ എനിക്ക് അറിയത്തില്ല. ഇനി അമ്മമാരായിട്ട് കുറച്ച് നിന്നപ്പോൾ ഇങ്ങനെ കമ്പനി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ സൈക്കിളിന് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ഹൈബ്രിഡ് ഉണ്ട്, റോഡുണ്ട്, MTB ഉണ്ട്, അങ്ങനെ കുറച്ച് കാറ്റഗറി സൈക്കിൾ ഉണ്ടെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. അപ്പൊ ഈ ഒരു സാധാരണ സൈക്കിളിൽ പോയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ആ പാടം കുറച്ച് ഡിസ്കംഫർട്ട് തോന്നിയത് ആ ഒരു സീറ്റിംഗിലാണ്. അത് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചേർത്തലോട്ട് ആലപ്പുഴ വരെ നിന്നാണ് സൈക്കിൾ ഓട്ടിട്ട് വന്നത്. പോയിക്കാലോ എന്തുമാത്രം പെയിനാണ് ബാക്കിലെന്ന്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു റൈഡിന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് ആസ് എ ബിഗിനർ എനിക്ക് ഒരു 100 കിലോമീറ്റേഴ്സ് ചവിട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമായിരുന്നു. ഞാൻ ഈ ട്രിപ്പ് പോകുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. അപ്പം പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പോകാൻ പറ്റുമോ ഇല്ലയോ. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ 100 കിലോമീറ്ററിന് പകരം 128 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ ശരി, എന്നാ ഇനി അടുത്തൊരു യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ ബൈ.